ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. ഓം ഗും ഗുരുഭ്യോ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരനമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ശ്രീമദ് വാൽമീകി രാമായണം ബാലകാണ്ഡ അഥ പഞ്ചത്രിംശസർഗ ഉമാഗംഗാവൃത്താന്ത സംക്ഷേപ. ഉപാസ്യ രാത്രിശേഷം തു ശോണാകൂലേ മഹർഷിഭി നിശായാം സുപ്രഭാതായാം വിശ്വാമിത്രോഭ്യഭാഷിത. സുപ്രഭാത നിശാരാമ പൂർവാ സന്ധ്യാ പ്രവർത്തതേ. ഉത്തിഷ്ഠോത്തിഷ്ഠ ഭദ്രം തേ ഗമനായാഭിചുരോജയാം. തച്ഛുത്വാ വചനം തസ്യ കൃത്വാ പൗർവാഹിനീം ക്രിയാം ഗമനം രോജയാമാസ വാക്യം ചേതമുവാചഹം. അയം ശോണശുഭജലോഗാധ പുലിനമണ്ഡിതാം കദരേണ പഥാ ബ്രഹ്മൻ സംതരിഷ്യാമഹേ വയം. ഏവമുക്തസ്തു രാമേണ വിശ്വാമിത്രോബ്രവീദിദം ഏതപന്ഥാമയോദ്ദിഷ്ട യേന യാന്തി മഹർഷയാ തേ ഗത്വാ ദൂരമധ്വാനം ഗതേർധദിവസേ തദാ. ജാഹ്നവീം സരിതാം ശ്രേഷ്ഠാം ദദൃശുർമുനിസേവിതാം താം ദൃഷ്ട്വാ പുണ്യസലിലാം ഹംസസാരസസേവിതാം ബഭൂർമുനയഃ സർവേ മുദിതാ സഹ രാഘവാം. തസ്യാസ്തീരേ തദാ സർവേ ചക്രുർവാസപരിഗ്രഹം. തതസ്നാത്വാ യഥാന്യായം സംതർപ്യ പിതൃദേവതാം ഹുത്വാ ചൈവാഗ്നിഹോത്രാണി പ്രാശ്യച്ചാനുത്തമം ഹവി. വിശുർജാനവീതീരേ ശുചോ മുദിതമാനസാം. വിശ്വാമിത്രം മഹാത്മാനം പരിവാരി സമന്തദാ സംപ്രഹൃഷ്ടമനാരാമോ വിശ്വാമിത്രമതാബ്രവീൻ. ഭഗവാൻ ശ്രോതുമിച്ഛാമി ഗംഗാം ത്രിപദാം നദീം ത്രൈലോക്യം ഗതമാക്രമ്യ ഗതാനദനദീം പദീം. ചോദിതോ രാമവാക്യേന വിശ്വാമിത്രോ മഹാമുനീം വൃദ്ധിം ജന്മ ച ഗംഗായാ വക്തുമേവോപചക്രമേ. ശൈലേന്ദ്രോ ഹിമവാൻ നാമ ധാതു നാമാകരോ മഹാൻ. തസ്യ കന്യാദ്വയം ജാതം രൂപേണോ പ്രതിമം ഭുവി. യാമരുദ്ദുഹിതാ രാമ തയോർമാതാം സുമധ്യമാം മേനാമനോരമാ ദേവി പത്നി ഹിമവതാ പ്രിയാ. തസ്യാം ഗംഗേമവജ്യേഷ്ഠാ ഹിമവതഃ സുധാം. ഉമാ നാമ ദ്വിതീയാദ്ഭൂത്കന്യാ തസ്യൈവ രാഘവാം. അത ജ്യേഷ്ഠം സുരാ സർവേ ദേവകാര്യചികിത്സയാം. ശൈലേന്ദ്രം വരയാമാസുർഗംഗാം ത്രിപദാംഗതിം. തതോ ധർമ്മേണ ഹിമാം സ്തനയാം ലോകപാവനിം സ്വച്ഛന്ദപദകാം ഗംഗാം ത്രൈലോക്യഹിതകാമ്യാം. പ്രതിഗൃഹ്യ തതോ ദേവാസ്ത്രൈലോക്യഹിതകാരിണാം ഗംഗാമാദായ തേ ഗച്ഛൻ ഹൃദയസ്ഥാനാന്തരാത്മനാം. യാചാന്യാ ശൈലദുഹിതാ കന്യാസീത് രഘുനന്ദനാം. ഉഗ്രം സാ വ്രതമാസ്ഥായ തപസ്തേ വേദബോധനാം. ഉഗ്രേണ തപസായുക്തം ദദൗ ശൈലവരസുതാം. രുദ്രായ പ്രതിരൂപായ ഉമാം ലോക നമസ്കൃതം. ഏതേ ശൈലരാജസ്യ സൂതേ ലോക നമസ്കൃതേ. ഗംഗാരസരിതാം ശ്രേഷ്ഠ ഉമാദേവീ ച രാഘവാം. ഏതത്തെ സർവമാഖ്യാതം യഥാ ത്രിപദകാ നദീം ഖം ഗദാ പ്രഥമം ദാത ഗതിമതാംബരാം. സൈഷാസുരനദീരമ്യാ ശൈലേന്ദ്രസ്യ സുതാ തഥാ സുരലോകം സമാരൂഢ വിഭാപാജലവാഹിനീം. ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയാദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം ബാലകാണ്ഡേ ഉമാഗംഗാവൃത്താന്തോ നാമ പഞ്ചത്രിംശസർഗ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവ്യേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവ്യേ നമ. ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. അഥ ഷട്ത്രിംശസർഗ ഉമാമാഹാത്മ്യം. ഉക്തവാക്യേ മുനോദസ്മിന്നുഭോ രാഘവലക്ഷ്മണോ പ്രതിനിധ്യ കഥാം വീരാ ഊജതുർ മുനിപുംഗവം. ധർമ്മയുക്തിമിദം ബ്രഹ്മൻ കഥിതം പരമം ത്വയാം. ദുഹിതുശൈലരാജസ്യ ജ്യേഷ്ഠായാ വക്തുമർഹസീം. വിസ്തരജ്ഞോസി ദിവ്യമാനുഷസംഭവം. ത്രീൻപഥോ ഹേതുനാ കേന പ്ലാവയേ ലോകപാവനീം. കഥം ഗംഗാ ത്രിപദാ വിശുത്രാ സരിതുത്തമാം. ത്രിഷു ലോകേഷു ധർമ്മജ്ഞ കർമ്മഭിക്കൈ സമന്വിതാം. തഥാ ബ്രൂവധികാകുസ്തേ വിശ്വാമിത്രതബോധന. നിഖിലേന കഥാം സർവാം ഋഷിമധ്യേ നിവേദയൻ. പുരാ രാമകൃതോദ്വാഹ ശിതികണ്ഠോ മഹാതപാം. ദൃഷ്ട്വാ ച സ്പൃഹയാ ദേവീം മൈഥുനായോപചക്രമേം. തസ്യ സംക്രീഡമാനസ്യ മഹാദേവസ്യ ധീമതാം. ശീതകണ്ഠസ്യ ദേവസ്യ ദിവ്യം വർഷശതം ഗതം.
न चावित्तनयो राम तस्यामासीत् परं तव ततो देवा समुद्विग्ना प्रदामह पुरोगमाम् यदि होत्पद्यते भूतं गस्तत् प्रतिसहिष्यते अभिगम्य सुरा सर्वे प्रणिदित्येदमब्रुवन् देवदेव महादेव लोकस्य असहितेरदा सुराणां प्रतिवादेन प्रसादां कर्तुमर्हसि न लोका धारयिष्यन्ति तव तेजसोत्तमा ब्राह्मेण तपसां युक्तो दिव्या सहसपश्चरां त्रैलोक्यहितकामार्थं तेजस्तेजसि धारयां रक्ष सर्वानिमां लोकान् नालोकं कर्तुमर्हसि देवतानां वच श्रुत्वा सर्वलोकमहेश्वर बाढमीत्यमब्रवीत् सर्वान् पुनश्चेदमुवाचहां धारयिष्यामहं तेजस्तेजस्येव्य सहोमयां त्रिदशा पृथ्वी चैव निर्वाणमधिगच्छतु यदिदं क्षुदिदं सनान् मम तेजो हिनुत्तमं धारयिष्यति कस्त्यन्मे ब्रुवन्तु सुरसत्तमाम् एवमुक्ता सतो देवा प्रज्योर्वृषभध्वजं यत्तेजशुभिदं हेदत्तत्तधरा धारयिष्यति एवमुक्तस्वरपदे प्रमोद महीदले तेजसा पृथ्वी येन व्याप्ता सगिरिकारणं ततो देवास गन्धर्वा पुनरुजुर्हुदाशनं प्रविशत्वं महातेजा रुद्रं वायुसमन्वितां तदग्निना पुनर्व्याप्तं संजातश्वेतपर्वतां दिव्यं शरवणं जैव पावगादित्यसंनिवं यत्र जातो महातेज कार्तिकेयोऽग्निसम्भवाम् अथो मां च शिवं जैव देवासर सर्षिगणास्तदां पूजयामासुरत्यर्थं प्रीत सुप्रीतमनसस्तदाम् अदशैलसुधारामातृदशानिदमब्रवीम् अप्रियस्य कृतास्याद्य फलं प्राप्स्यथ मे सुराम् इत्युक्त्वा सलिलं गृह्य पार्वती भास्करप्रभाम् समन्यूरशवत् सर्वान् क्रोधसंरक्तलोचनाम् यस्मान्निवारिता चाहं सङ्गदा पुत्रगाम्याम् अपत्यं सेषु दारेषु नोत्पादयितुमर्हताम् अद्य प्रभृति युष्कामप्रजा सन्तुपदपत्न्याम् यमुक्तासुरान् सर्वान् शशाप पृथ्वीमपि अवनेनैकरूपा त्वं बहुभार्या भविष्यतीम् न च पुत्रकृतां प्रीतिं मत्क्रोधकलुषीकृता प्राप्स्यसि त्वं सुधर्मोधे मम पुत्रमनिच्छतीम् तान् सर्वान् व्रीडितान् दृष्ट्वा सुरान् सुरपत्नीस्तदाम् गमनायोपचक्रामक्षिजं वर्णपालिदं स गत्वा तप आदिष्टन् पार्श्वे तस्योत्तरे गिरे हिमवत्प्रभे शृङ्गे सह देव्या महेश्वराम् एष देविस्तरो रामः शैलपुत्र्या निवेदिता गङ्गाया प्रभोञ्जैव शृणु मे सह लक्ष्मणाम् इत्याशे श्रीमद् रामायणे वाल्मीकि आदिकाव्ये चतुर्विंशति सहस्रिकायां संहितायां बालकाण्डे उमामाहात्म्यं नाम षट्त्रिंशत् सर्ग सर्वत्र देवी नाम संकीर्तनं जय जय श्री महादेवी नमः हरे राम 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 हरे 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 कृष्ण 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 हरे हरे हर नमः पार्वतीपतये हर हर महादेव सर्वत्र देवी नाम संकीर्तनं जय जय श्री महादेवी नमः अथ सप्तत्रिंशत् सर्ग कुमार उत्पत्ति तप्यमाने तपो देवो देवा सर्षिगणापुरां सेनापतिमभिप्सन्द पितामहमुपागमन् ततो ब्रुवन् सुरा सर्वे भगवन्तं पितामहं प्रणिपत्य सुरा सर्वे सेन्द्रासाग्निपुरोगमाम् यो नः सेनापतिर्देव दत्तो भगवता पुरां स न जातोऽत्य भगवन्नस्मद्वैरीर्निबर्हणाम् तत्पिता भगवान् सर्वो हिमोच्छित्खरेद्य वैं तपः परममास्थाय तपत्यप्यते स्म सहोमयाम् यदत्रानन्तरं कार्यं लोकानां हितकाम्या संविधत्स विधानज्ञा त्वं हि न परमागतिं देवतानामजश्रुतः सर्वलोकपितामहां सौन्दर्यन्मधुरैर्वाक्यस्त्रिदशानिदमब्रवीम् शैलपुत्रायुक्तं तन्न प्रजास्वासुपत्निषु तस्यावचनमक्लिष्टं सत्यमेव न संशयाम् इयमाकाशका गङ्गा यस्यां पुत्रं मुदाशनां जनयिष्यति देवानां सेनापतिवृन्दं ज्येष्ठा शैलेन्द्रदुहिता मानयिष्यति तं सुदम् उमयास्तद्बहुमतं भविष्यति न संशयां तच्छ्रुत्वा वचनं तस्य कृतार्था रघुनन्दना प्रणिपत्य सुरा सर्वे पितामहमपूजयन्
ते गत्वा पर्वतं रामः कैलासं धातुमण्डितम् अग्निर्नियोजयामासु पुत्रार्थं सर्वदेवताम् देवकार्यमिदं देवः संविद्धः सुदाशना शैलपुत्र्या महातेजो गङ्गायां तेज उत्सृजाम् देवतानां प्रतिज्ञाय गङ्गा मभ्येद्यपावगां गर्भं धारय वैदेवी देवदानामिदं प्रियम् अग्नेस्तु वचनं श्रुत्वा दिव्यं रूपमधारयन् दृष्ट्वा तन्महिमानां समन्दवगीर्यताम् समन्दतस्तदा देवीमभ्यभिषिञ्चतपावगां सर्वश्रोतांसि पूर्णानि गङ्गाया रघुनन्दना तमुवाचशो गङ्गाम् सर्वदेव पुरोगमम् अशक्ताधारणे देव तव तेजसमुद्धतम् दह्यमानाग्निना तेन सम्प्रव्यथितचेतनाम् अथाब्रवीदिदं गङ्गां सर्वदेवपुरोहिताम् इह हैमवदेवादे गर्भोऽयं सन्निवेश्यताम् श्रुत्वा सग्निवजो गङ्गा तं गर्भमधिसभासुरम् उसत्सर्ज महातेजा सोदप्यो हि नदानखम् यदस्या निर्गतं तस्मात् तप्तजाम्बूदनप्रदम् काञ्चनं धरणिं प्राप्तं हिरण्यमधुलप्रभम् ताम्रं कार्ष्णाय संजैव तैष्णा देवाभ्यजायताम् मलं तस्या भवत्तत्र त्रपुःसीसकमेव जाम् तत्तेतद्धरणीं प्राप्य नानाधातुरवर्धताम् निक्षिप्तमात्रे गर्भेदु तेजोभिरभिरञ्जितम् सर्वं पर्वतसन्नद्धं सवर्णमभवद्वनम् जातिरूपमिति ख्यातं तदा प्रभृतिराघवाम् सुवर्णं पुरुषव्याघ्राहुदाशसमप्रभम् तृणवृक्षलतागुल्मं सर्वं भवति काञ्चनं तं कुमारं ततो जातं सेन्द्रा सहमरुद्गणां क्षीरसम्भावनार्थाय कृत्तिका समयोजयन् ताक्षीरं जातमात्रस्य कृत्वा समयमुत्तमम् तदुपुत्रोऽयमस्माकं सर्वासामिति सिद्धाम् ततस्तु देवता सर्व कार्तिकेय इति ब्रुवन् पुत्रत्रैलोक्यविख्यातो भविष्यति न संशयाम् तेषां तद्वचनं श्रुत्वा स्कन्नं गर्भपरिस्रवे स्नापयन् परया भक्त्या दीप्यमानं यदानलम् स्कन्द इति ब्रुवन् देवा स्कन्नं गर्भपरिस्रवान् कार्तिकेयं महाभागं गागुस्त्वज्जननोपमम् प्रादुर्भूतं तदक्षीरं कृत्तिकानामनुत्तमम् षण्णां षडाननो भूत्वा जग्राहस्तनजम्बयां गृहीत्वा क्षीरमेकान्ना सुकुमारवपुस्तदाम् अजयध्वनवीरेण दैत्यसैन्यगणान् विभू सुरसेना गणपतिम् तदस्तममलद्युतिम् अभिषिञ्जन् सुरगणा समेत्याग्निपुरोगमा एष ते राम गङ्गाया विस्तरो विहितो मया कुमारसम्भवश्चैव धन्य पुण्यस्तदैव भक्तश्चय कार्तिकेये गागुस्तभुवि मानवाम् आयुष्मान् पुत्रपौत्रस्य स्कन्दः सालोक्यदाम्बजे इत्यार्षे श्रीमद् रामायणे वाल्मीकिये आदिकाव्ये चतुर्विंशतिसहस्रिकायां संहितायां बालकाण्डे कुमारोत्पत्तिर्नाम कुमारसम्भवं 37 सर्ग सर्वत्र देवी नाम संकीर्तनम् जय जय श्री महादेवी नमः। हरे राम 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 हरे 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 कृष्ण 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 हरे हरे। स्वस्ति प्रजाभ्यं परिपालयन् न्यायेण मार्गेण महिषा गुरो गोब्राह्मणेभ्यो शुभमस्तु नित्यम् लोकाः समस्ताः सुखिनो भवन्तु। हर नमः पार्वतीपतये हर हर महादेव सर्वत्र देवी नाम संकीर्तनं जय जय श्री महादेवी नमः। स्कन्दाय कार्तिकेय पार्वतीनन्दनाय महादेव कुमाराय सुब्रह्मण्याय ते नमः। हरे राम 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 हरे 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 कृष्ण 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 हरे हरे सर्वत्र देवी नाम संकीर्तनं जय जय श्री महादेवी नमः। हरि श्री गणपतये नमः। विघ्नमस्तु। ओम गुं गुरुभ्यो नमः। हरे राम 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 हरे 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 कृष्ण 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 हरे हरे। 34
സർഗം വരെയാണ് നമ്മൾ ബാലകാണ്ഡത്തിൽ ഇതുവരെ പാരായണം ചെയ്ത് പ്രഭാഷണം ചെയ്ത്. ഇനി 35, 36, 37 സർഗങ്ങളിലായിട്ടാണ് കുമാരോൽപ്പത്തി, കുമാരസംഭവം പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യാം. രാത്രിശേഷം ശോണാതീരത്തിൽ മഹർഷിമാരോടൊത്ത് കഴിച്ച കൗശികൻ നേരം പ്രഭാതമായപ്പോൾ പറഞ്ഞു, രാമ, നേരം പുലർന്നു, സൂര്യനുദിച്ചു, എഴുന്നേൽക്കൂ, യാത്രയ്ക്കൊരുങ്ങൂ. അത് കേട്ട് എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾ കഴിച്ച് പോകാൻ ഒരുങ്ങിക്കൊണ്ട് രാമൻ ചോദിച്ചു, മഹർഷേ, ഈ പുഴ വളരെ ആഴമുള്ളതാണല്ലോ, ഏത് വഴിക്കാണ് നാം പുഴ കിടക്കുന്നത്? അതിന് മറുപടിയായി വിശ്വാമിത്രൻ പറഞ്ഞു, മഹർഷിമാർ പോകുന്ന വഴിയെ പോകാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിശ്വാമിത്രൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹർഷിമാർ നാനാ വനങ്ങളും കണ്ടുകൊണ്ട് യാത്രയായി. ഏറെ ദൂരം ചെന്നപ്പോൾ നേരം ഉച്ചതിരികെ അവർ ഗംഗാതീരത്തെത്തി. ഹംസസാര സേവിതയും പുണ്യസലിലയുമായ ഗംഗ കണ്ട് മഹർഷിമാരും രാമലക്ഷ്മണന്മാരും മോദമാണ്ടു. ഗംഗാതീരത്തിൽ താങ്ങാൻ തീർച്ചയാക്കി. അവർ ഏവരും കുളിച്ച് പിതൃദേവത തർപ്പണം ചെയ്ത് അഗ്നിഹോത്രം നടത്തി അമൃത സമാനമായ ഹവിഷ്യാന്നം ആഹരിച്ചു. ഏവരും വിശ്വാമിത്രന്റെ ചുറ്റും സാമോദം ഇരിപ്പായി. രാമൻ സന്തോഷത്തോടെ മാമുനിയോട് അപേക്ഷിച്ചു, ഭഗവാൻ, ത്രിപഥകയായ ഗംഗ ത്രിലോകങ്ങളും കടന്ന് ആഴിയിൽ ചേർന്നതെങ്ങനെ? അത് കേട്ട് വിശ്വാമിത്രൻ ഗംഗയുടെ ഉൽപ്പത്തിയും ഗതിയും പറയാൻ ആരംഭിച്ചു. ശൈലേന്ദ്രനായ ഹിമവാന് അതിസുന്ദരികളായ 2 പുത്രിമാരുണ്ടായി. അവരുടെ അമ്മ മേരുപുത്രിയായ മേന എന്ന മോഹിനി. മേന ഹിമവാന്റെ പ്രാണപ്രിയ. അവളിൽ ഈ ഗംഗയും ഉമ എന്ന വേറൊരു പുത്രിയും ജനിച്ചു. ജ്യേഷ്ഠപുത്രിയായ ഗംഗയെ ദേവന്മാർ അവരുടെ അഭീഷ്ടസിദ്ധിക്കായി ഹിമവാനോട് അപേക്ഷിച്ചു മേടിച്ചു. ത്രിലോകഹിതം ഉദ്ദേശിച്ച് ഹിമവാൻ ലോകപാവനിയായ മകൾ ഗംഗയെ ദേവന്മാർക്ക് നൽകി. കൃതാർത്ഥരായ ദേവന്മാർ ഗംഗയെ കൊണ്ടുപോയി ഹിമവാന്റെ 2ാമത്തെ മകൾ ഉഗ്രവ്രതമെടുത്തു കൊടും തപസ്സിലേർപ്പെട്ടു. തപസ്വിനിയായ ഉമയെ ഹിമവാൻ രുദ്രന് നൽകി. ഗംഗയും ഉമയും ഇരുവരും സർവലോക നമസ്കൃതരായ ഹിമവൽപുത്രികളാണ്. വത്സ, ഗംഗ സ്വർഗത്തിലെത്തിയ കഥ ഞാൻ പറഞ്ഞു. ഹിമവൽപുത്രിയായ ഈ സുരനദി പാപനാശിനിയാകുന്നു. മാമുനി ഈ വിധം മൊഴിയെ രാമലക്ഷ്മണന്മാർ അനുമോദിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് ധർമ്മയുക്തമായ കാര്യങ്ങൾ പറഞ്ഞു. ശൈലരാജസുതയുടെ ദിവ്യവും മനുഷ്യവുമായ ഉത്ഭവം വിസ്തരിച്ചരുളി ചെയ്താലും എങ്ങനെയാണ് ഗംഗ 3 ലോകത്തിലും ഒഴുകാനിടയായത്? അത് കേട്ട് കൗശികൻ ഋഷിമധ്യേ കഥ വിസ്തരിച്ചു പറയാൻ തുടങ്ങി. രാമ, പണ്ട് വേളി കഴിഞ്ഞ പരമശിവൻ മിഥുനധർമ്മത്തിലേർപ്പെട്ടു. 100 സംവത്സരം അങ്ങനെ കഴിഞ്ഞു. എന്നിട്ടും സന്താനമുണ്ടായില്ല. ദേവന്മാർ പിതാമഹനോടൊത്ത് ചിന്തയിലാണ്ടു. ഇവർക്ക് സന്താനമുണ്ടായാൽ താങ്ങുന്നതാര്? ദേവന്മാരെല്ലാം ചെന്ന് തൊഴുതുണർത്തി. മഹാദേവ, ദേവന്മാരുടെ നമസ്കാരം കൊണ്ട് പ്രീതി കൊണ്ടാലും ദേവോത്തമ, അവിടുത്തെ തേജസ് താങ്ങാൻ ലോകങ്ങൾക്കാവുകയില്ല. ദേവിയോടൊത്ത് ബ്രഹ്മതപസ്സിലേർപ്പെട്ടാലും ത്രിലോകഹിതാർത്ഥം തേജസ് കൊണ്ട് തേജസ്സിലടക്കിയാലും ഈ ലോകങ്ങളെ എല്ലാം കാത്തുരുളിയാലും ലോകങ്ങളെ ഇല്ലായ്മ ചെയ്യല്ല. ദേവന്മാരുടെ വാക്കുകേട്ട് അങ്ങനെയാവട്ടെ എന്ന് സമ്മതിച്ചുകൊണ്ട് ശിവൻ മൊഴിഞ്ഞു, ദേവന്മാരെ, ഞാൻ ഉമയോടത്ത് തേജസ്സിനാൽ താങ്ങാം. വാനരും ഊഴിയും ശോകമുക്തരാകട്ടെ. സ്ഥാനത്തുനിന്ന് ചലിച്ച എന്റെ തേജസ് ആര് ധരിക്കും എന്ന് പറഞ്ഞാലും അത് കേട്ട് ദേവന്മാർ ചൊല്ലി, ചലിച്ച തേജസ് ധരണി ധരിച്ചുകൊള്ളും. അത് കേട്ട് ശിവൻ തേജസ് മോചിപ്പിച്ചു. ആയത് നാട്ടിലും കാട്ടിലും കുന്നിലും പരന്നു. അനന്തരം ദേവന്മാർ അഗ്നിയോട് പറഞ്ഞു, അങ്ങ് വായുവിനോടൊത്ത് രൗദ്ര തേജസ്സിനകത്ത് പ്രവേശിച്ചാലും അഗ്നിയാൽ വ്യാപൃതമായ അത് ശ്വേതപൂർവമായി ഭവിച്ചു. പവകാതി സദൃശമായ ദിവ്യ ശരവണം അതിൽ നിന്നുണ്ടായി. അവിടെയാണല്ലോ അഗ്നിജാതനായ കാർത്തികേയൻ പിറന്നത്. അനന്തരം ദേവന്മാരും ഋഷിഗണങ്ങളും ഉമാമഹേശ്വരന്മാരെ അത്യന്തം വാഴ്ത്തി. പിന്നെ പാർവതി കോപം പൂണ്ട് നിലിംബരെ ശപിച്ചു. പുത്രലാഭത്തിനായ ശങ്കതയായ എന്നെ അതിൽ നിന്ന് തടഞ്ഞതിനാൽ നിങ്ങൾക്കാർക്കും സ്വഭാര്യയിൽ സന്താനമുണ്ടാകാതെ പോകട്ടെ. ഇന്നു മുതൽ നിങ്ങളുടെ പത്നികൾ അപ്രജകളായി പോകട്ടെ. ഇങ്ങനെ പറഞ്ഞ് ഉമ ഭൂമിയെയും ശപിച്ചു. നിനക്ക് രൂപങ്ങൾ പലതാകട്ടെ, നീ പലർക്കും ഭാര്യമാരായിത്തീരട്ടെ. എന്റെ കോപം കൊണ്ട് കലങ്ങിയ നിനക്ക് പുത്രസുഖമില്ലാതെ പോകട്ടെ. ദുർബുദ്ധേ, എനിക്ക് പുത്രനുണ്ടാവരുതെന്ന് നനച്ചവളല്ലേ നീ? അത് കേട്ട് പീഡിതരായ സുരന്മാരെ കണ്ട് ദേവേന്ദ്രൻ വർണ്ണപാലിതമായ ദിക്കിലേക്ക് പോയി. മഹേശ്വരൻ ഉമാസമേതനായ ഹിമഗിരിയിൽ പോയി തപസ്സിലേർപ്പെട്ടു. രാമ, അങ്ങനെ ഉമയുടെ കഥ പറഞ്ഞു. ഇനി ഗംഗയുടെ ഉത്ഭവം കേട്ടോളൂ. ശിവൻ തപസ്സിൽ വാഴുകെ ഇന്ദ്രാദിപ്രഭൃതികൾ സേനാപതിയെ കിട്ടാൻ വേണ്ടി ബ്രഹ്മാവിനോട് അറിയിച്ചു. അങ്ങ് ഞങ്ങൾക്ക് പണ്ട് നൽകിയ സേനാപതി ഉമയോടത്ത് തീവ്ര തപസാചരിക്കുകയാണ്.
ഇനിയിപ്പോൾ ലോകഹിതത്തിനു വേണ്ടത് ചെയ്താലും അങ്ങല്ലോ ഞങ്ങൾക്ക് പരമാശ്രയം. വാനോരുടെ വാക്കുകേട്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിരിഞ്ചനരുടെ സ്വപത്നികളിൽ ദേവന്മാർക്ക് സന്താനമുണ്ടാവുകയില്ല എന്ന് ശൈലപുത്രി പറഞ്ഞത് വഴാകുകയില്ല. ഈ ആകാശഗംഗയിൽ അഗ്നിപുത്രനെ ജനിപ്പിക്കും. അവൻ ദേവസേനാപതിയായിത്തീരും. ഗംഗ അവനെ മാനിക്കും. ഉമയ്ക്കും അവൻ സമ്മതനാകും. ഇത് കേട്ട് വാനവരെയും കൃതാർത്ഥരായ വിരിഞ്ചനെ വണങ്ങി വാഴ്ത്തി കൈലാസത്തിൽ ചെന്ന് അഗ്നിയെ സന്താനോത്പാദനത്തിന് വിനിയോഗിച്ചു. ഹേ അഗ്നി, ഈ ദേവകാര്യം സാധിച്ചാലും ശൈലപുത്രിയായ ഗംഗയിൽ തേജസ് നിക്ഷേപിച്ചാലും അത് കേട്ട് അഗ്നി ഗംഗയെ സമീപിച്ചറിയിച്ചു. ദേവി ഗർഭം ധരിച്ചാലും ദേവന്മാരുടെ ആഗ്രഹമാണിത്. അത് കേട്ട് ഗംഗ ദിവ്യരൂപം ധരിച്ചു. അവളുടെ മഹി കണ്ട് അഗ്നി അവളെ സർവാംഗം സേചനം ചെയ്തു. ഗംഗയുടെ സ്രോതസ്സുകളെല്ലാം നിറഞ്ഞു. പൊള്ളലേറ്റ ഗംഗ അഗ്നിയോട് പറഞ്ഞു, ദേവ, അവിടുത്തെ തേജസ് താങ്ങാൻ ഞാൻ ശക്തയല്ല. അഗ്നി അവളോടരളി, ഈ ഹിമവപാർശ്വത്തിൽ ഗർഭം നിക്ഷേപിച്ചാലും അത് കേട്ട് ഗംഗ ഭാസുരമായ തേജസ്സിനെ സ്രോതസ്സുകളിൽ നിന്ന് പുറന്തള്ളി. ഭൂമിയിൽ പതിച്ച് തിളങ്ങുന്ന ആ തേജസ് സ്വർണവും ചെമ്പും കാര്യവുമായി മാറി. അതിലെ മലം തകരവും ഈയവുമായി തീർന്നു. അത് ഭൂമിയിൽ നാനാധാതുക്കളായി ഭവിച്ചു. തേജസ് നിക്ഷേപിച്ച ഉടനെ പർവ്വതമെല്ലാം സുവർണമയമായി തീർന്നു. തീക്കും തുല്യം തിളങ്ങുന്ന തങ്കം അന്നു മുതൽ ജാതരൂപം എന്ന് വിഖ്യാതമായി. പുല്ല്, മരം, വല്ലി, വള്ളിക്കുടിൽ എന്നിവയെല്ലാം പൊന്നായി. അതിൽ നിന്ന് പിറന്ന കുമാരന് പാൽ കൊടുക്കാൻ ഇന്ദ്രാദികൾ കൃത്തികളെ ഏർപ്പെടുത്തി. അവർ മുറവച്ച് ആ നവജാത ശിശുവിന് മുല നൽകി. ഇവൻ നമുക്കെല്ലാം മകനാകുന്നു എന്ന് നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോൾ ദേവതകളെല്ലാം ചേർന്ന് അവന് കാർത്തികേയൻ എന്ന് പേരിട്ടു. അവൻ ത്രിലോകവിഖ്യാതനാകുമെന്നും അവർ പറഞ്ഞു. ഗർഭജലസ്കന്ദനായ അവനെ സ്നാനം ചെയ്യിച്ചു. സ്കന്ദൻ എന്നും അവന് പേര് നൽകി. അവൻ 6 കൃത്തികകൾ അവന് മുല കൊടുത്തു. 6 മുഖം കൊണ്ടവൻ മുല കുടിച്ചു. പാൽ കുടിച്ച് ഒരു നാൾ കൊണ്ടവൻ സുകുമാര ശരീരനായി തീർന്നു. സ്വവീര്യത്താൽ ദത്യസേനകളെ തോൽപ്പിച്ചു. അജ്ഞാതി ദേവതകൾ ചേർന്ന് അവനെ സുരസേനാപതിയാക്കി അഭിഷേകം ചെയ്തു. ഹേ രാമ, ഇങ്ങനെ ഞാൻ ഗംഗയുടെ കഥയും പുണ്യമായ കുമാര സംഭവവും നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. കാർത്തികേയനിൽ ഭക്തിയുണ്ടാകുവാൻ ഊഴിയിൽ നെടുനാൾ പുത്രാദികളോടൊത്തുവാണ് സ്കന്ദ സായോഗ്യം പ്രാപിക്കാവുന്നതാണ്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിശ്വാമിത്രൻ 37-ാമത്തെ കുമാര സംഭവവും പറഞ്ഞു തീർത്തു. ഇനി സകരപുത്രന്മാരുടെ കഥയാണ്. ഇനി അടുത്തതായിട്ട് 38-ാം സർഗം മുതൽ ഇനി അത് പിന്നീട് പാരായണം ചെയ്ത് അർത്ഥം നമുക്ക് ചിന്തിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ഹരേ രാമ ഹരേ